നമ്മൾ ഇന്നിവിടെ 10ാം ക്ലാസ്സിലെ മാത്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ദിയർ ആൽജിബ്ര, അതായത് സമാന്തര ശ്രേണിയും അതിൻ്റെ ബീജഗണിത രൂപവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എ എന്ന് പറയുന്നത് ഡി, അതായത് പൊതു വ്യത്യാസമാണ്. ബി എന്ന് പറയുന്നതിൽ എഫ് മൈനസ് ഡി ആണ്, അതായത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം ആദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1 3 5 7 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് എൻ ആണ് നമ്മൾ ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ എ എൻ പ്ലസ് ബി ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് ഡി ആണ്, നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് ഡി ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്കിവിടെ എത്രയാണ് 3 മൈനസ് 1 എത്രയാണ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2n എന്ന് എഴുതും. പ്ലസ് അങ്ങനെ തന്നെ ഇട്ടു. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. എഫ് എന്ന് പറയുമ്പോൾ 1 ആണ്, ഡി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം വരും? ഉത്തരം വരുന്നത് 2n 1 മൈനസ് 2, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ എന്താ ഉത്തരം വരിക? 2 ആണോ 1 ആണോ വലുത്? അപ്പം 2 അല്ലേ വലുത്. 2 എന്ന് 1 മൈനസ് ചെയ്താൽ 1 ആണ് വരിക. അപ്പം 1 വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അപ്പം -1. ഉത്തരം 2n - 1 ആണ്. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന്, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.